നമുക്ക് വരാൽ കറി വെക്കാം. നല്ല വൃത്തിയായിട്ട് കഴുകിയ വരാലാണിത്. ഇതുണ്ട്, നല്ല ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത്. ഇതിപ്പം 1 കിലോയ്ക്ക് മേലെ ഉണ്ട്. അടുപ്പത്ത് വയ്ക്കാം. എന്നിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ചൂടായി വരുന്നുണ്ട്, ചൂടായിട്ടില്ല. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാണ്. ആ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ചിലർ മീൻകറി വെക്കുമ്പോൾ കടുകൊന്നും ഇടില്ല, പക്ഷെ ഞാൻ മീൻകറി വെക്കുമ്പം കടുക് ഇടും കേട്ടോ. കടുക് ഇടുന്ന ടേസ്റ്റ്. കടുക് നന്നായിട്ട് പൊട്ടിട്ട് എന്തോ ചട്ടി ശരിക്കും ചൂടായി വരുന്നതേ ഉണ്ടായിരുന്നു. കടുക് പൊട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അതായത് 5-6 ഉലുവ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മീൻകറിക്ക് ടേസ്റ്റ് കൂടുമല്ലോ ചേർത്താൽ. ചെറിയ ഉള്ളി വെളുത്തുള്ളി കൂടെ നന്നായിട്ട് യോജിപ്പിക്കുക. ഇത് മൂക്കാൻ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ഇത് മൂക്കാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ചുവന്നുള്ളി നന്നായിട്ട് വഴണ്ട് വരണേ. കൂടെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയിൽ പുഴുവൊക്കെ ഉണ്ടോ ശ്രദ്ധിക്കുന്നുണ്ടോ? ഞാനത് പറിച്ചുകൊണ്ട് വന്നിട്ട് വേണ്ടല്ലേ. നന്നായിട്ട് നമുക്ക് ഇളക്കി അങ്ങോട്ട് യോജിപ്പിക്കാം. എന്നിട്ട് ഇതിന് ഉള്ളിക്ക് നല്ലോണം വേണ്ടി വരുമ്പോൾ ഒരു കളർ വ്യത്യാസം വരും. നന്നായിട്ട് ആ പച്ചമണം അങ്ങോട്ട് മാറി കിട്ടിയാൽ മതി. ഇവിടെ ഉള്ളി ശരിയായി വന്നിട്ടുണ്ട്. വെളുത്തുള്ളി, ചുവന്നുള്ളി, കറിവേപ്പിലയും ഉലുവയും ഇട്ടാണ്ടത് വേണ്ടി വന്നിട്ട് നമുക്ക് കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾ പൊടി, മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി ഇതെല്ലാം കൂടെ നമുക്ക് അതിലേക്കിട്ട് യോജിപ്പിക്കാതെ ഇങ്ങനെ ഇളക്കണം. ഇളക്കി നല്ലോണം ഒന്ന് മൂപ്പിക്കണം. ആ മുളക് പൊടിയുടെ ഒരു കുത്തലുണ്ട്, ആ പച്ചമണം അങ്ങോട്ട് മാറി കിട്ടണം. എന്നിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളം അങ്ങനെ വെട്ടിത്തിളക്കണം. വെള്ളം നന്നായിട്ട് വെട്ടിത്തിളക്കണം. നമ്മൾ വെച്ച അരപ്പും വെള്ളം എല്ലാം കൂടെ നല്ലപോലെ അങ്ങോട്ട് തിളച്ച് വരുന്നുണ്ട്. നമുക്ക് അതിലേക്ക് 3-4 കഷ്ണം കുടംപുളി ഇട്ട് കൊടുക്കാം.